എന്നാൽ ജപ്പാൻകാർ ഉപയോഗിക്കുന്ന ഒരു റൂളുണ്ട്, 7-8-9 റൂൾ എന്നുള്ള. ശരിക്കും സമയം വളരെ കൃത്യമായിട്ട് നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണത്. അതിൽ ആദ്യത്തെ 7 മണിക്കൂർ നമ്മുടെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മൾ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ആവശ്യത്തിലുള്ള എനർജിയും പ്രസരിപ്പും ഊർജ്ജവും എല്ലാം നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സന്തോഷത്തോടെ നമുക്ക് ആ ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ദിവസം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. ബാക്കി പിന്നീട് വരുന്ന 8 മണിക്കൂർ ശരിക്കും നമുക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയാണ് കറക്റ്റായി 8 മണിക്കൂർ കൃത്യമായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, നമ്മുടെ ആ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. പിന്നെ ബാക്കി 9 മണിക്കൂറാണുള്ളത്. അപ്പോൾ ആ 9 മണിക്കൂർ വീണ്ടും അവർ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 3 മണിക്കൂർ നമ്മുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ക്രിയേറ്റീവായിട്ടൊരു ക്വാളിറ്റി ടൈമായിട്ട് നമ്മൾ മാറ്റി വെക്കാം. പിന്നെയുള്ള 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ സംരക്ഷിക്കണം. നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിലൊക്കെ പോകേണ്ട ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 3 മണിക്കൂർ വീണ്ടും നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നല്ലൊരു റിലാക്സ് ചെയ്യാനും കഴിയും. അതിനുശേഷമുള്ള 3 മണിക്കൂർ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോഴത്തെ ക്രിയേറ്റീവായിട്ട് എന്ത് കാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ കാണണോ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കണോ, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാനോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കാനോ, യൂട്യൂബ് വീഡിയോസ് കാണാനോ, വീഡിയോസ് ചെയ്യാനോ, അങ്ങനെ എന്ത് കാര്യവും ആ 3 മണിക്കൂർ നമ്മുടേതായ രീതിയിൽ നമുക്ക് മാത്രം അനുഭവിക്കും. അങ്ങനെ ഈ കൃത്യമായിട്ട് ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും സഫീഷ്യൻ്റായിട്ട് സമയം കിട്ടും. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ കഴിയട്ടെ. താങ്ക് യു.